കഴിഞ്ഞ ദിവസം BBC ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് ഒരു തരത്തിൽ അമ്പരപ്പിക്കുന്നതും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതുമാണ്. ഇന്ത്യക്കാർ വളരെ ദാനശീലരാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, വിശദമായി തന്നെ അതിൽ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ ബിസിനസ് ഗ്രൂപ്പുകളുടെ ബഡ്ജറ്റ്, കുടുംബ ബഡ്ജറ്റ്, ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാട്ടിലിറങ്ങി ജനങ്ങളോടുള്ള ആ ഒരു റിയാക്ഷൻസും കൂടെ എടുത്തുകൊണ്ടാണ് അവർ വലിയ രീതിയിൽ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന CSR എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിരിക്കുന്നു. അതിൽ ഈ അശോക സർവകലാശാലയാണ് അതിനെ അവർ ചുമതലപ്പെടുത്തിയിരുന്നത്. അശോക സർവകലാശാലയിലെ സെന്റർ ഫോർ സോഷ്യൽ ഇമ്പാക്ട് ആൻഡ് ഫിലോസഫിയുടെ റിപ്പോർട്ടാണ് ഹൗ ഇന്ത്യ ഗിവ്സ് 225 എന്ന് പറയുന്ന ആ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ പറയുന്നു, ഇന്ത്യക്കാര് ഒരു വർഷം ദാനധർമ്മങ്ങൾക്കായി ചെലവഴിക്കുന്ന $6 ബില്യൺ ആണ്. അതായത് 540 ബില്യൺ ഇന്ത്യൻ രൂപ എന്ന് പറയാം. അത്രയും കൂടി രൂപ അവർ ചെലവഴിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതും ഈ രാജ്യത്തെ കോടീശ്വരന്മാരാണ് ഇത്തരം ദാനം ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾക്ക് പാടേ തെറ്റി. കോടീശ്വരന്മാർ ചെയ്യുന്നുണ്ട്, അതിലേറെ സാധാരണപ്പെട്ടവരാണ് ഈ ദാനധർമാദികൾ കൂടുതൽ ചെയ്യുന്നത്. ഇതിൽ 48% പേർ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവയായിട്ടാണ് ദാനങ്ങൾ നൽകുന്നത്. 44% പേർ പണമായിട്ടാണ് ദാനം നൽകുന്നത്. അതിൽ തന്നെ 30% പേർ ജെനുവിനായിട്ടുള്ള സംഘടനകൾക്ക്, മതസംഘടനകൾക്ക്, അതായത് ലാഭമൊന്നും പ്രതീക്ഷിക്കാതില്ലെങ്കിൽ തങ്ങൾ കൊടുക്കുന്ന പൈസ അടിച്ചു മാറ്റാത്ത സംഘടനകൾക്കാണ് 30% പേരും പണം കൊടുക്കുന്നത്. ഈ ഭക്ഷ്യവസ്തുക്കളും വീട്ടുപകരണങ്ങളും എല്ലാം നേരെ പോകുന്നത് കമ്മ്യൂണിറ്റി കിച്ചണിലേക്കാണ് പോകുന്നത്. പണമായി നൽകുന്ന ഈ പണം കൂടുതലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ദുരന്ത നിവാരണത്തിനും മറ്റുമാണ് പോകുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യ ഒരു ഉദാരമായ രാജ്യമാണ്. ഇതിന്റെ കാരണങ്ങളൊക്കെ അവർ അതിൽ വളരെ വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം, വിദ്യാർത്ഥികൾ മുതൽ ഇത്തരം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വിഭാഗമാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. യാചകർക്ക് കൊടുക്കുക, കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ വയ്യാഴികയുള്ളവർക്കോ ഇല്ലെങ്കിൽ പോരായ്മകളുള്ളവരോ സഹായിക്കുക, ഇതൊക്കെയാണ് കൂടുതലായി ഇന്ത്യൻ സമൂഹം ചെയ്യുന്നത്. പുരുഷന്മാർ കൂടുതലായും സാമ്പത്തിക സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾ ചെയ്യുന്നത് മതപരമായ സംഘടനകൾക്കും മറ്റുമാണെങ്കിൽ, സ്ത്രീകൾ ദരിദ്രരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. അതായത് ഒരു കുടുംബത്തിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റിന്റെ 15% ഇത്തരത്തിൽ ഉപകരണമായിട്ടോ സേവനമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ സഹായം ചെയ്യുന്നവരാണ് ഇന്ത്യക്കാർ എന്നാണ് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നത്. ഇതിലത് പറയുന്നൊരു കാര്യം, ഇന്ത്യയുടെ സംസ്കാരം ഇല്ലെങ്കിൽ മതപരമായ സംസ്കാരം ദാനത്തിന് ഇമ്പോർട്ടൻ്റ് നൽകുന്നത് കൂടുതൽ പേരിലേക്ക് ഇപ്പോൾ എത്തിയതാണ് ഇതിനൊരു കാരണം എന്ന് പറയുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടിയുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്ന ഒരാൾക്ക് പോലും തൻ്റെ പേര് പുറത്തു വരരുതെന്നും നിർബന്ധവുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ അനേകം നന്മ മരങ്ങൾ പൂത്തു നിൽക്കുമ്പോൾ താൻ കൊടുക്കുന്ന പണം അതൊരാളെ സഹായിക്കുന്നത് ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും. ഇന്ത്യക്കാരുടെ മനസ്സും അങ്ങനെയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഈ വാർത്ത കാണുന്ന നിങ്ങൾ അത്തരത്തിൽ ഒരു വിശാല മനസ്കനാണ് എങ്കിൽ, ഇല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനടക്കം സഹായം നൽകുന്നവരാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ന്യൂസ് ഡെസ്ക്.